അത് സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഒരു ഫോട്ടോ വയ്ക്കാം, നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് കണ്ടോണേ. ആ ഫോട്ടോ അതിനകത്ത് അനീൽ ഭാസ്കർ ഉണ്ട്, അതുപോലെ ഷഹനാസ് ഉണ്ട്, അതുപോലെ നമ്മൾ IAS കാരി ഷഹനാസ് ഉണ്ട്, പിന്നെ തൊട്ടിപ്പുറത്ത് കൈയൊക്കെ കുമ്പിട്ട് നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഉണ്ട്. ഫോട്ടോ കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും പാലക്കാട് ആർക്കാണ് സീറ്റ് കൊടുക്കാൻ പോകുന്നത്, ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നിലവിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കത്തില്ല എന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റില്ല, രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണ്, അയാൾ പാർട്ടിയുടെ അംഗമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം പാലക്കാട് തന്നെ മത്സരിക്കണം, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വരണം, ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്തു, ആരും മിസ് ചെയ്യില്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ ഈ ഫോട്ടോ കണ്ടല്ലോ, ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി കാണും രാഹുൽ മാങ്കൂട്ടത്തിനെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് മുൻവരിയിൽ നിൽക്കുന്ന ഏത് പ്രസ്ഥാനമാണെന്ന്. സ്വന്തം പ്രസ്ഥാനം തന്നെയാണ് അല്ലേ. ഇവിടെ ഭരണപക്ഷത്തിനെക്കാളും ഏറ്റവും കൂടുതൽ രാഹുലിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ്. 100% എന്ന് ഞാൻ പറയുവാണ്, പ്രതിപക്ഷം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇവിടെ എന്തുകൊണ്ട് ഷഹനാസ് ഇത്രയും ഒരു ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പടച്ചു വിട്ടിട്ട് പോലും, എന്തുകൊണ്ട് അതിനൊരു തെളിവ് ഇല്ലാഞ്ഞിട്ട് പോലും, ഒരു വ്യക്തിക്ക് സ്വന്തം പാർട്ടിയിലുള്ളൊരു MLA-ക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ച് വിട്ടിട്ട് പോലും എന്തുകൊണ്ട് ഈ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് റിനി ഒരു പരാമർശം നടത്തിയപ്പോഴത്തേക്ക്, ഒരു ആരോപണമായിട്ട് വന്നപ്പോഴത്തേക്ക്, ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ VD സതീശൻ എന്താണ് പറഞ്ഞത് മാധ്യമങ്ങളോട്? റിനി എൻ്റെ മോളെ പോലെയാണ്, 24 മണിക്കൂറിനകം ഞാൻ പാർട്ടി നടപടി എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ എന്തുകൊണ്ട് ഈ ഷഹനാസിൻ്റെ പ്രസ്താവന കണ്ടിട്ടും ഷഹനാസിനെതിരെ അതിനകത്ത് ഒരു വാസ്തവം ഇല്ലാഞ്ഞിട്ട് പോലും, തെളിവ് പോലും ഇല്ലാഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് പാർട്ടി ഈ ഷഹനാസിനെതിരെ നടപടി എടുത്തില്ല? ഒരു അച്ചടക്ക ലംഘനം പോലും നടത്തിയില്ല അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയത്തിൽ രംഗത്ത് വന്ന ഫെനി നയനാൻ, അതുപോലെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ, നട്ടലുള്ള ഒരു ഒരു കോൺഗ്രസ്സിലെ ഒരു വനിത എന്ന് വേണമെങ്കിൽ പറയാം, ശ്രീനാദേവി കുഞ്ഞമ്മ, ഇവർക്കൊക്കെ എതിരെ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു അല്ലേ, വിശദീകരണം ചോദിച്ചു. എന്തുകൊണ്ട് ഈ ഷഹനാസിനെതിരെ വിശദീകരണം ചോദിച്ചില്ല? അപ്പോൾ അതിലൂടെ മനസ്സിലാക്കിക്കൂടെ ഷഹനാസിനെ ഇറക്കി വിട്ടേക്കുന്നത് ആരാണെന്ന് അതിലൂടെ മനസ്സിലാക്കി. സ്വന്തം പാർട്ടിയെ കരിവാരി തിരിക്കുന്ന രീതിയിലാണ് അവിടെ വന്നിരുന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയത് അല്ലേ. അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നില്ല. ഇപ്പം പറയുന്നുണ്ട്, ഇപ്പം പാലക്കാട് 2 സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ടെന്ന്, അതിലൊന്ന് പിഷാരടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. 2 സെലിബ്രിറ്റികളെ കൊണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പാലക്കാട് കോൺഗ്രസ് പിടിക്കുമെന്നാണോ, സീറ്റ് കിട്ടുമെന്നാണോ വിചാരം? ഒരിക്കലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിട്ട് പാലക്കാട് ഇനി ആരെ കൊണ്ടിട്ടാലും ഒരുത്തനും ജയിക്കാൻ പോകുന്നില്ല. അത് വേറെ കാര്യം, ഒരുത്തനും ജയിക്കാൻ പോകുന്നില്ല. ഓക്കെ. കഴിഞ്ഞ ദിവസം ഈ മനോരമയിൽ കൗണ്ടർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിൽ രാഹുൽ ഈശ്വറിനെയും അതുപോലെ ഷഹനാസിനെയും അതുപോലെ ശാസ്തമംഗലം അജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ്, പുള്ളിയൊക്കെ വിളിച്ചിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിനകത്ത് ഷഹനാസിനെ ഇരുത്തി പൊരിച്ചെന്ന് വേണമെങ്കിൽ പറയാം, ഈ ശാസ്തമംഗലം അജിത്തും അതുപോലെ രാഹുൽ ഈശ്വറും കൂടെ. അവസാനം വെള്ളം കുടിച്ചു പോയി പുള്ളിക്കാരി. അവിടെ വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് തന്നെ ആ പുള്ളിക്കാരി ആ വെള്ളം കുടിച്ച് തീർത്ത് കളഞ്ഞു. അത്രയ്ക്കും വെള്ളം കുടിപ്പിച്ച് കളഞ്ഞ രാഹുൽ ഈശ്വറും അതുപോലെ ആ അഡ്വക്കേറ്റും കൂടെ ചേർന്നിട്ട്. ഞാൻ എൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ചിരിച്ചൂപ്പാട് വന്നു. എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ പറഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമോ? അവിടെയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ നിഷാജിയുടെ ചോദ്യത്തോട് യോജിപ്പാണ്. അതായത് എവറി കേസ് ഈസ് യുണീക്ക്. ആ യുണീക്ക് കേസിന്റെ ബേസിൽ മാത്രമേ നമ്മൾ അളക്കാൻ പറ്റൂ. ഞാൻ ഒരു കേസും എടുത്തു പറയാതെ കേരളത്തിൽ നടന്ന പ്രമുഖ കേസുകളെ കുറിച്ച് സൂചിപ്പിക്കാം. കല്യാണം കഴിച്ച് വിവാഹിതയായ ഒരു വ്യക്തി ആ വിവാഹം കഴിച്ച ഭർത്താവിനെ വഞ്ചിച്ചു, അതിനുശേഷം കാമുകനുമായി ബന്ധപ്പെട്ടു, അയാളെ ജയിലിലാക്കി. ആ വ്യക്തി ഏതെങ്കിലും രീതിയിൽ ധാർമ്മികതയുടെയോ നിയമപരതയുടെയോ അടിസ്ഥാനത്തിൽ നമുക്ക് പരിഗണിക്കാൻ കഴിയുമെന്നാണോ കൊടുക്കുന്നത്? നേരത്തെ ഷഹനാസ് ഈ വളരെ പ്രശ്നമല്ലേ? ഞാൻ ആരുടെയും പേരെടുത്ത് പറയാതെ പറയുകയാണ്, ഈ വ്യാജ പരാതികൾ അടക്കമുള്ള ക്ലെയിം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ വ്യാജ IAS ആണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും വ്യാജ IAS ആണെന്ന് കരുതാൻ കഴിയുമോ? അതെന്താണെന്ന് ഷഹനാസിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ എടുക്കുന്നില്ല. അവിടെയാണ് വ്യാജ ക്ലെയിമുകളെ നമ്മൾ പൊളിക്കാൻ മുന്നിട്ടിറങ്ങണം. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. കണ്ടല്ലോ, പുള്ളിക്കാരിയുടെ IASന്റെ കഥ എല്ലാവർക്കും അറിയാലോ. കോഴിക്കോട് PGക്ക് പഠിക്കുന്ന സമയത്ത് 2014 ഗുരുവായൂരപ്പൻ കോളേജിൽ PGക്ക് പഠിക്കുന്ന സമയത്ത് ആ കോളേജിനെ
താൻ IAS കാരിയാണ്, ഉയർന്ന റാങ്കോട് കൂടി IAS പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ മാനേജ്മെൻറ്റിനെ കൊണ്ടിട്ട് ഒരു സ്വീകരണമൊക്കെ നടത്തി, ഒരു ഗംഭീര സ്വീകരണമൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്ത് ഫ്ലെക്സും പുറത്തും നാട്ടിലൊക്കെ ഫ്ലെക്സൊക്കെ വെപ്പിച്ച് ഉടായ്പ പരിപാടി നടത്തിയ ഒരു വ്യക്തിയാണ് ഷഹനാസ്. അതിനൊക്കെ ശേഷം ഈ കോളേജ് ഇതിനെ പറ്റിയിട്ട് ഉള്ളതാണോ, കോളേജിനൊരു ഡൗട്ട് തോന്നിയിട്ട് ഉള്ളതാണോ എന്നൊക്കെ അന്വേഷിപ്പിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സാധനമേ പുള്ളിക്കാരി എടുത്തിട്ടില്ല. ആ കോളേജിൻ്റെ IASൻ്റെ പടി പോലും പുള്ളിക്കാരി ചവിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ രാഹുൽ ഈശ്വർ നൈസായിട്ടൊന്ന് കൊള്ളിച്ചു കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. എന്നാലും പുള്ളിക്കാരി ഇരുത്തി പുഴുങ്ങി കളഞ്ഞാണെന്ന് പറയാം. ആ കൗണ്ടർ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി, ആ പ്രോഗ്രാം ഫുള്ള് കണ്ടവർക്ക് മനസ്സിലാവും. അവസാനം അവിടെ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസ് വെള്ളം കുടിച്ചിട്ടാണ് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. ഇനി ഞാനിവിടെ പ്രിയങ്ക സിനിമ ആക്ട്രസ്സാണ്, ഒരു സീരിയൽ ആക്ട്രസ്സൊക്കെയാണ്. പുള്ളിക്കാരി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി പറയുന്ന ഒരു പ്രതികരണമുണ്ട്. കാരണം ഇത് കേട്ട് നോക്കുക നിങ്ങൾ. കാരണം സ്ത്രീകൾ, വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്ക്. ഇതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഷഹനാസിനെ പോലത്തുള്ള ആളുകളാണ് ഇതുപോലെ സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതും ഇല്ലാതെ, ഒരു ന്യായവും ഇല്ലാത്ത ഇതുപോലുള്ള കേസ് കെട്ടുകളൊക്കെ എടുത്തിട്ട് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രിയങ്ക പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്റെ ഒരാളെ കാണിക്കണം, രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഞാൻ എല്ലാവരും കെട്ടി വലിച്ച പോലെ വണ്ടിയിൽ തട്ടിക്കൊണ്ട് പോകാൻ ശരി സമ്മതിക്കാം. ഇത് ഒരു കൊല്ലത്തോളം പുറകെ നല്ല മാന്യമായിട്ട് പോകുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അങ്ങനെ വരുന്ന ആൾക്കാരെ മുഖം കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഈ പറയുന്ന ചാനലുകളും എല്ലാവർക്കും നിയമത്തിന്റെ എന്തോ സാധ്യതകൾ കുറവുണ്ട്. ഞാൻ അന്വേഷിച്ച് പറയാൻ മനസ്സിലായത്. എന്നിരുന്നാലും ഞാൻ പറയാണ്, നിങ്ങളെ കണ്ട അങ്ങനെ ആരും അറിയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. കാണട്ടെ, ചാനലിന്റെ വീട് മക്കളായ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഞാൻ പറയട്ടെ, തെറ്റ് ചെയ്തൊരു പെണ്ണാണെങ്കിൽ രണ്ടുപേരും ഈക്കലാണ്, രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു കൊല്ലം പോയത്. അതിന് അവളെ പീഡിപ്പിക്കല്ല ചെയ്തിരിക്കുന്നത്. ഈ പൈസ എല്ലാം തീർന്ന് പുരുഷന്മാരുടെ കയ്യിൽ എല്ലാം തീർന്നു, സ്കൂൾ ഫീസ് കൊടുക്കാൻ പറ്റിയ പൈസ കൂടെ അടിച്ചു മാറ്റിയിട്ട് എല്ലാം തീർന്നു കഴിയുമ്പോൾ പുരുഷൻ ശരിയല്ല എന്നുള്ളത് ശരിയാണോ? ആണോ? അത് നിങ്ങളെ കൊണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ പോലെ പെണ്ണുങ്ങൾ പ്രതികരിക്കുക. നിങ്ങൾ ഇട്ടുകൊടുക്കരുത്. നിങ്ങളെ പോലെ കണ്ടല്ലോ, പുള്ളിക്കാരി പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ്. ഇവിടെ ഈ പരാതിക്കാരികളായിട്ടുള്ള വ്യക്തികൾ അതിജീവിതങ്ങളായിട്ട് എങ്ങനെയാണ് അവരെ കണക്കാക്കുന്നത്? അവരെയും കൂടെ ഫോട്ടോ പുറത്തു വിടണം, അതാണ് വേണ്ടുന്നത്. ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്? ഇവിടെ സുപ്രീം കോടതി വരെ പറഞ്ഞാണ് ഇത് ഈ ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഇതൊന്നും കുറ്റകരമല്ലെന്ന്. അപ്പം ഇവിടെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ മാത്രം പുറത്തോട്ട് വിടുന്നു? ഇവിടെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ചാറ്റോ, പുള്ളിയുടെ സ്ക്രീൻ ഇതുപോലെ വോയിസ് റെക്കോർഡോ ഓഡിയോ ഒന്നും പുറത്തു വിടുന്നതിന് ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കേസ് കെട്ടുകളൊന്നും ഒരിക്കലും പീഡനമാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും രണ്ടുപേരെയും ഫോട്ടോ പുറത്തു വിടുന്നെങ്കിൽ ഒരുമിച്ച് പുറത്തു വേണം, അതാണ് വേണ്ടുന്നത്. രണ്ടുപേരെയും ഓഡിയോ, അതുപോലെ രണ്ടുപേരെയും വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വേണം, അതാണ് വേണ്ടുന്നത്. അല്ലാതെ ഒരാൾ മാത്രം ഇവിടെ എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്? ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വന്നിരുന്നിട്ട് എന്തെങ്കിലും പുള്ളിയുടെ ഭാഗം, പുള്ളിയുടെ ഈ സത്യസന്ധത തെളിയിക്കാനെ കൊണ്ട് ഏതെങ്കിലും ഒരു ചാറ്റ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പുള്ളി ഉടനെ അതിജീവിതയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ പുള്ളിക്ക് ഒരു പരാതി വരും, അപ്പോഴേ പുള്ളിയെ തൂക്കിയെടുത്തുകൊണ്ട് പോകും. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തുവാടെ കള്ളപ്പരാതികൾ കൊടുത്തിട്ട് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം തകർക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലേ? വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ വെറും നെറികെട്ട രാഷ്ട്രീയമാണ്. ഇതൊക്കെ ഇലക്ഷൻ സമയമാവുന്ന സമയത്ത് ഇപ്പം ഇവർക്ക് ഇത് ഭരണവശത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും കോൺഗ്രസ്സിലെ കുറച്ച് മുതിർന്ന നേതാക്കൾക്ക് അറിയാം, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഭൂരിപക്ഷത്തോടു കൂടി പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ശക്തനായിട്ട് കയറി വരുമെന്നറിയാം. കയറി വന്നു കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലത്തിനകം തന്നെ പുള്ളി മുഖ്യമന്ത്രിയാവും, കേരളത്തിലെ മുഖ്യമന്ത്രിയാവും, മന്ത്രിയാവുമെന്ന് നല്ല ബോധമുള്ള ആളുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മുളയിലെ നുള്ളിക്കളയാൻ നോക്കുന്നത്. അത് നല്ലപോലെ മനസ്സിലാക്കാവുന്ന. കാരണം പുള്ളിയുടെ വളർച്ച നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പുള്ളി MLA സ്ഥാനത്ത് വരെ എത്തി നിൽക്കുന്ന, പാലക്കാട് വൻപിച്ച വിജയത്തോടു കൂടിയാണ് പുള്ളി കയറി വന്നിട്ടുള്ളത്. അപ്പം നാളെ ഒരു വർഷം കഴിഞ്ഞോ, ഒരു 2 വർഷം കഴിഞ്ഞോ പുള്ളി മുഖ്യമന്ത്രി കസേരയിൽ വരെ ഇരിക്കും എന്ന് ഭയക്കുന്ന ആൾക്കാരാണ് പുള്ളിയുടെ തകർച്ചയ്ക്ക്, പുള്ളിയെ തകർക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്നതെന്ന് തന്നെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് ഭരണപക്ഷത്തുള്ള ആളുകളുണ്ട്, പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഓഡിയോ വയ്ക്കാം. ഒരു അമ്മച്ചി അമ്മച്ചി നല്ല രീതിയിലുള്ള തെറി വിളിക്കുന്നുണ്ട്. അതിനകത്ത് മ്യൂട്ട്, ആ തെറി വിളിക്കുന്നതൊക്കെ മ്യൂട്ടാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. തെറി വിളിക്കുന്ന മൊത്തം ഷഹനാസിനെയാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്തായാലും അമ്മച്ചി വേറെ ലെവൽ അമ്മച്ചി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ജോളി ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയല്ലോ. അവളൊരു കല്ലിയാ, അവളൊരു മഹാ അശ്വത്ത്. അവള് എന്തെല്ലാം കള്ളത്തരം. അവളെ കല്യാണം കഴിച്ചല്ലെന്ന് പറഞ്ഞു. ഒരു കൊച്ചുണ്ടായപ്പോ താപ്പായുടെ കൊച്ചാന്ന് പറഞ്ഞു. അതുപോലെ IAS IPS കിട്ടാത്ത കാര്യങ്ങൾ എന്ന് കോളേജിൽ പറഞ്ഞ് എല്ലാ പദവികളും മേടിച്ച് ബോർഡൊക്കെ എഴുതി വെച്ച് ആ കല്ലി ഇപ്പൊ രാഹുലിന്റെ പുറകെയാ. ആ കൊച്ചിനെ
അവന് കറക്റ്റായിട്ടാ പറയുന്നത്. ആക്സിനെ എടുത്തപ്പോഴും അവൻ പറയുന്ന എല്ലാ സത്യകാര്യങ്ങളാണ്. ഇവളുമാർക്ക് കിട്ടാൻ ഞാൻ ഇവളുമാരിങ്ങനെ ആ കല്ലി ഒരു 420 എല്ലാവർക്കും അറിയാം. അവളൊരു കല്ലി അവളെ ഭർത്താവ് അഴിച്ചു വിട്ടിരിക്കുക. അവൾ ഇത്രയും കള്ളങ്ങളെല്ലാം പറഞ്ഞാൽ ഈ കൊച്ചൻ്റെയും കാര്യം കള്ളം പറയാൻ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചു അവളെല്ലാം പറഞ്ഞ കള്ളത്തരം. അവൾക്ക് തന്നെ സതീശന്റെ കൂടെ പോയാൽ പോരായിരുന്നോ? ആ കീരി നിക്കരം കൊണ്ട് പറവൂരുകാരത്തിയുടെ അടുത്ത് ചെന്നവന്റെ കള്ളൻ, ആ കള്ളനെ ഇതെല്ലാം ഒപ്പിച്ചത് അവനാ സാറേ. ഈ അവനാ ഇവനെ മുരളി ഇറക്കി അവനാ. മുരളിയാണെങ്കിൽ ഇന്ദിരാഭവനെ കാണിച്ചൊക്കെ അവനങ്ങ് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ആ ചെവിയേക്കാൻ വയ്യാത്ത കുര്യനെ ഇറക്കിയത് ഇവനാ. ഇവൻ സതീശൻ ഇറക്കുന്നവർക്കെല്ലാം അവസരം പറ്റുക. അതുപോലെ തന്നെ ഉണ്ണിത്താനെ ഇറക്കിയതും സതീശന്. അവന്റെയും മാനമറ്റ പണ്ടുകാലത്തെ കാര്യങ്ങളെല്ലാം കോൺഗ്രസ്സുകാരെടുത്തിട്ടു. അതുപോലെ തന്നെ ഈ ഉസ്മാൻ രമേശ് ഒരു ഇന്ത്യ ടി വിക്കകത്ത് ഒരു 65 വയസ്സുള്ള ഒരു മനുഷ്യൻ അന്ന് പറഞ്ഞു ഇവനെ രാഹുലിനെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള എന്തോ അധികാരമാണ് ഉള്ളത് ഈ ചെന്നിത്തലയ്ക്ക്. അവനെ നാഗപ്പൂരിന് ഈ കോൺഗ്രസിന്റെ ഇത് നടന്നുകൊണ്ടിരുന്ന പോകുന്നവനായിരുന്നു. അതുപോലെ തന്നെ മാവേലിക്കരക്കാരത്തി ഒരു പെണ്ണിന്റെ കൂടെ എത്രയോ കാലം നടന്നു. ഇപ്പൊ അവന് മക്കളും കൊച്ചുമക്കളും ആയെന്ന് കണ്ടപ്പോൾ രാഹുലിനെ കുറ്റം പറയുന്നു. കേരളത്തിലല്ല വേൾഡിലുള്ള സകല മലയാളികൾക്കും ഈ രാഹുൽ ആരും അറിയത്തില്ല, കേൾക്കത്തില്ല, ഒന്നുമില്ല. ഒള്ളി അടൂരിലാന്ന് മാത്രം സാറിന്റെ ഇതിനകത്തൂടെയും പിന്നെ മറ്റുള്ളവരുടെ ഇതിനകത്തൂടെയും നമ്മൾ അറിയുന്നത്. പക്ഷെ അവന്റെ പക്ഷത്ത് എല്ലാവരും നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ആ തള്ളയുടെ കണ്ണുനീര്. ഇതിനകത്ത് സത്യം ഒരുപാടുണ്ട്. ഇപ്പൊ ഉണ്ട് എന്നാ കാള പറ്റെന്ന് പറഞ്ഞുകൊണ്ട് കയറെടുക്കുന്ന പോലെ ഏതാണ്ട് അവൻ ചെറുപ്പക്കാരന് അവൻ കല്യാണം കഴിക്കാത്തവൻ എന്തെങ്കിലും അല്പം കിട്ടിയപ്പോഴത്തേക്ക് അവനെ വീശിത്തറച്ച് അങ്ങനെ ആയിട്ട് ഈ സതീശനാണ് ഇറക്കി വിട്ടത്. ആ കുര്യൻ ചെവിയാക്കാത്തനെ ഇറക്കി വിട്ടത്, കിങ്ങിണിക്കുട്ടനെ ഇറക്കി വിട്ടത്. അവനടുത്ത കോൺഗ്രസിലെ ഒരു മണ്ടന, ഈ കോൺഗ്രസിലെ ഒരു മണ്ടന മുരളി, കമ്മ്യൂണിസ്റ്റിലെ ഒരു മണ്ടന സരിൻ, ആൻഡ് BJP-യിലെ ഒരു മണ്ടന ആന്റണി, ഇത് അനിൽ ആന്റണി. ഈ 3 ഈ മണ്ടന്മാർ. ഈ അതിന്റെ നമുക്ക് കോൺഗ്രസിനെ മാത്രം നോക്കിയാൽ മതി. ആ കോൺഗ്രസിലെ ഒരുത്തനായി ഈ മുരളി. അവന്റെ ഇന്ദിരാഭവനിലെ അവന്റെ തോന്നിവാസങ്ങളൊക്കെ ഇപ്പോഴും ലോകം അറിയാൻ തുടങ്ങിയില്ലേ? ഇവന്മാർ ഈ എല്ലാ ആഭാസന്മാരുമായി ഈ കൊച്ചിന്റെ പുറകെ നടക്കുന്നത്. ആ തള്ളയുടെ കണ്ണുനീരായും അറിയാനും കേൾക്കാനും വയ്യാത്തവർക്ക് പ്രതികരിക്കാൻ വരുക. ഇവളുമാരുടെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കള്ളി അവളെ കോൺഗ്രസിന് അവളെ എടുത്ത് കളയേണ്ടതാ. കോൺഗ്രസ് അതെങ്ങനെ സതീശൻ ഇവരുടെ എല്ലാം ഇവളോടൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഇവൻ ആ കൊച്ചിനെ എടുക്ക. അവന്റെ കേസെല്ലാം ഒന്ന് കഴിഞ്ഞ ഒരു സെറ്റിൽമെന്റ് ആകുമ്പോഴത്തേക്ക് സെറ്റിൽ ആകാനുള്ള ഒരു ഉദ്ദേശം ആകുമ്പോഴത്തേക്ക് ഇവൻ ഓരോരുത്തരെ എടുത്തിടും. ഈ സതീശൻ മാറി സതീശന്റെ ആ പറവൂരിലെ അവിടെ കൂടെ പടന്ന കീരൻ കീറുവാറ്റി എന്നൊക്കെ ഇവനങ്ങ് മറന്നുപോയോ? ഇവനെ ഒന്നുകൂടെ എല്ലാവരും പുതുക്കി ഇത് ചെയ്യണം, എന്തെങ്കിലും ഇവന് നാണക്കേട് വരത്തുള്ളൂ. ഇവൻ 10 വർഷം ഒന്നും ചെയ്തില്ല. 2016 ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷമായിട്ടാണ് ഇടപെട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 4.5 വർഷമായി പിണറായി കയറി ലോക കട്ട് MP ആയി കഴിഞ്ഞ് കേരളം. അന്നേരം അവൻ ഇപ്പൊ എല്ലാവരും പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടോ ഓപ്പോസിഷൻ ആരും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അവനെ കഴുത്തും നീണ്ടിക്കൊണ്ട് പ്രതികരിക്കാൻ തുടങ്ങി. അതുവരെ അവൻ 4.5 വർഷം അനങ്ങിയില്ല. സകല കട്ടക്കാളും കേരളം നശിച്ചു കഴിയുന്നതിന് വരെ അവന്റെ വാ പിടിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അവന് എല്ലാവരും പറഞ്ഞു കുറ്റം ചെയ്തപ്പോഴത്തേക്ക് ഏതാണ്ട് പറയേണ്ടതായിട്ട് ഇവൻ വാ വിളിക്കാൻ തുടങ്ങി. അവൻ തന്നെ ശിവൻകുട്ടി ഏതാണ്ട് പറഞ്ഞു അവൻ നിയമസഭയിൽ ഇത് കാണിച്ചത്. അവൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. രാഹുൽ അയാളുടെ കൂടെ തന്നെ മീറ്റിങ്ങിന് ഇരുന്നപ്പോൾ രാഹുലിനോട് ശിവൻകുട്ടി എന്തോ മറ്റുള്ളവർ ചോദിച്ചപ്പോൾ പറഞ്ഞ് അവനൊരു ജനപ്രതിനിധിയല്ലേ, അവന്റെ കേസ് കോർട്ട് ഇവിടെ കിടക്കുന്നതല്ല ഉള്ളൂ, അതിന് ഇത് വന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ അറ്റൻഡ് ചെയ്യുന്നതിന് എന്നാ കുഴപ്പമെന്ന് പറഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അവനെ തിരിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ അയാൾക്ക് അത്രയും നീതി ഉണ്ടായിരുന്നു. ഇവൻ എന്തോ പറഞ്ഞ് ആശാവർക്കേഷൻ്റെ അവിടെ രാഹുൽ എന്ന് പറഞ്ഞു അവൻ ഇറങ്ങിപ്പോകാതെ ഞാൻ അവിടോട്ട് വരത്തില്ല. ഈ പെണ്ടി അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലും പറയുന്ന അത്രയും പോലും മാനമായിട്ട് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഐഷ പോറ്റിയോട് ആദ്യത്തെ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ കോലും പിടിച്ചോണ്ട് എന്താല്ലേ 10 തെറി വിളിച്ചെങ്കിലും അമ്മച്ചി ഒന്ന് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി ഷാനാസിന്. കാരണം ആ രീതിയിലുള്ള ഇതല്ലേ ഇവർ കാണിച്ചു കൂട്ടുന്നത് അല്ലേ? പിന്നെ ഇവരെങ്ങനെ തെറി വിളിക്കാതിരിക്കും അല്ലേ? ഇവർ സത്യം പറഞ്ഞാൽ സ്വന്തം പാർട്ടിയെ തന്നെ തകർക്കാൻ വേണ്ടി തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് ഇനി വല്ല ചാരപ്പണികളുണ്ടോയെന്ന് ഇനി, കാരണം ഇവർ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഭരണവശത്തിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധമുണ്ടല്ലോ, സരിനുമായിട്ട്. ഷാനാസിന് നല്ല കോണ്ടാക്റ്റ് ആണല്ലോ. ഇനി പുള്ളിക്കൊക്കെ ചോർത്തി കൊടുക്കുന്നൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനകത്തും ഒരു ഇതുണ്ട്, അത് സംശയമില്ലാതില്ല. അപ്പം എന്തായാലും കാരണം അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ എങ്ങനെയെങ്കിലും തകർക്കണം. ആ പ്രസ് മീറ്റിനകത്ത് പറഞ്ഞ കേട്ടല്ലോ, രാഹുൽ പാലക്കാട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട്ടെ ഓരോ വീടുകൾ കയറി ഞാൻ പറയും ഇവനിക്ക് വോട്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ് മീറ്റിനകത്തൊക്കെ വിളിച്ചു പോകുന്ന ഷാനാസിനെ നമ്മൾ കണ്ടതാണല്ലോ. പാലക്കാടൊക്കെ ഷാനാസിൻ്റെ കുഞ്ഞമ്മമാരെ വീടാണല്ലോ. വീട്ടിലൊക്കെ കയറിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുക്കില്ലെന്ന് പറയാൻ കൊണ്ട് പാലക്കാട്ടുകാർ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയെ വമ്പിച്ച കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിനേക്കാളും ഭൂരിപക്ഷത്തിനേക്കാളും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി പുള്ളിയെ ജയിപ്പിക്കും.
അത് വേറെ കാര്യം. പക്ഷേ പാർട്ടി പുള്ളിക്ക് ഒരു സീറ്റ് കൊടുക്കണം. പാർട്ടി പുള്ളിക്ക് ഒരു സീറ്റ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുള്ളിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് നിന്ന് ജയിച്ച് കയറി വരാം. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മത്സരിക്കുന്ന ആളുകൾക്കും അതൊരു നേട്ടം തന്നെയാണ്. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, അതിനകത്ത് വേറൊരു ഡൗട്ടും ഇല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുക്കുക തന്നെ ചെയ്യും, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക.